എങ്കിൽ ആ എൽഡറിന്റെ ദേഹത്തേക്ക് പറന്നടുക്കുകയാണ്. അത് കാണേണ്ട താമസം ഫ്രീസനാണെങ്കിൽ വിളിച്ചു പറയും, നീ ഒരു കാരണവശാലും അയാളെ ഇപ്പോൾ കൊല്ലാനായിട്ട് പാടില്ല. നമുക്കിപ്പോൾ കൊല്ലേണ്ടത് ഇല്ലാതാക്കേണ്ടത് ഈ യങ്സ്റ്റേഴ്സിനെയാണ്. ആദ്യം ഇവരെ 3 പേരെയും തല്ലിക്കൊല്ല്. അതിനുശേഷം ആളുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് അത് നമുക്ക് കളക്ട് ചെയ്യാം. അത് കേൾക്കേണ്ട താമസം പിങ്ക് സയാനാണെങ്കിൽ അവിടെ നിന്ന് ഒരാളുടെ ദേഹത്തേക്ക് എടുത്തു ചാടും. അതിനുശേഷം അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ അവനെ തല്ലിക്കൊല്ലും. രണ്ടാമത്തവനെയും വളരെ ഈസി ആയിട്ട് കീഴ്പ്പെടുത്തുകയാണ്. മൂന്നാമത്തവനാണെങ്കിൽ അവൻ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവനങ്ങനെ തൂക്കിയെടുത്ത് അടുത്തുണ്ടായിരുന്ന ചുമരിൽ ആഞ്ഞടിപ്പിക്കും. അതിനുശേഷം ആ കുഞ്ഞുങ്ങൾക്ക് നേരെ തിരിയും. ഇതാണെങ്കിൽ ഇപ്പോൾ ആ എൽഡറിനെ താഴേക്ക് വിളിക്കും. നിന്റെ 2 കുഞ്ഞുങ്ങളെ അവരെ ഉപദ്രവിക്കണ്ടായെങ്കിൽ നീ മര്യാദയ്ക്ക് താഴേക്ക് വാ. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം താ. ദൂരത്തായിട്ട് മൊട്ടപ്പനും ഗോഹാനും ആണെങ്കിൽ ഈ കാഴ്ച കണ്ട് സഹിക്കില്ല. അവരാണെങ്കിൽ ദേഷ്യം കൊണ്ട് പല്ല് കടിക്കും. ഫ്രേസനാണെങ്കിൽ ഇപ്പം ആ എൽഡറിനോട് പറയും, മര്യാദയ്ക്ക് ആ ഡ്രാഗൺ ബോൾസ് അതെനിക്ക് താ. അതല്ല എങ്കിൽ അടുത്തായിട്ട് കൊല്ലാൻ പോകുന്നത് നിന്റെ 2 കുഞ്ഞു മക്കളെയാണ്. എൽഡറിനാണെങ്കിൽ വേറെ വഴിയില്ല. എൽഡറാണെങ്കിൽ അവനോട് പറയും, ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഡ്രാഗൺ ബോൾ നിന്നെ ഏൽപ്പിക്കാം. പക്ഷെ എൻ്റെ മക്കളെ അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് നീ എനിക്ക് പ്രോമിസ് ചെയ്യണം. ഫ്രേസനാണെങ്കിൽ അതിനൊക്കെ പറയും. എൽഡറാണെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ ബോൾ അത് അവനെ ഏൽപ്പിക്കുകയാണ്. അടുത്ത നിമിഷം ഫ്രീസൻ ഇപ്പം എൽഡറിനോട് പറയും, ബാക്കിയുള്ള 2 ഡ്രാഗൺ ബോൾസ് അതെവിടെയാണെന്ന് കൂടെ നീ പറയണം. എൽഡറാണെങ്കിൽ ഷോക്കാവും. നിന്നോട് ഞാൻ പറഞ്ഞതാണ് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന്. ഞങ്ങളുടെ കയ്യിലുള്ള ഡ്രാഗൺ ബോൾ അത് നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. ഫ്രീസനാണെങ്കിൽ ടെററായിട്ട് ചിരിക്കും. അത് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ 3 പേരെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. ആദ്യം നിന്റെ മക്കളെ. എൽഡറാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളോട് അവിടെ നിന്ന് ഓടാനായിട്ട് പറയും. അടുത്ത നിമിഷം ആ കുഞ്ഞുങ്ങൾ 2 പേരും കൈകോർത്ത് ഉഷാറായിട്ട് ഓടാനായിട്ട് തുടങ്ങും. അത് കണ്ട ആ പിങ്ക് സയാൻ അവനാണെങ്കിൽ അവൻ്റെ പവർ ഉപയോഗിച്ച് അതിലൊരു കുഞ്ഞിനെ കത്തിക്കരിക്കുകയാണ്. ഉണ്ടായിരുന്ന കുഞ്ഞാണെങ്കിൽ അത് കണ്ട് ഭയപ്പെട്ട് എന്നെ വിട്ട് പോകരുത്, നിനക്ക് എന്ത് പറ്റിയും ചോദിക്കും. ഇവിടെ എൽഡറിനാണെങ്കിൽ അവൻ്റെ ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിയില്ല. അവനാണെങ്കിൽ ആ പിങ്ക് സയാനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ പിങ്ക് സയാൻ അവനെ പഞ്ചിയാൻ ഓടി അടുക്കുകയാണ്. എൽഡർ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവൻ ഇൻവിസിബിളായി ഓരോ ഭാഗത്തൂടെ വന്ന് ആളെ അറിഞ്ചം പുറഞ്ചം അങ്ങനെ തല്ലി കൊന്ന് കഴുത്ത് പിടിച്ച് തിരിച്ച് അങ്ങനെ നോക്ക് ഡൗൺ ചെയ്യാണ്. അതിനുശേഷം ഇപ്പോൾ ആ കുഞ്ഞിനെ നോക്കും. കുഞ്ഞാണെങ്കിൽ ഓടാൻ ശ്രമിക്കും. പിങ്ക് സയാനാണെങ്കിൽ അതിൻ്റെ മുൻപിലേക്ക് വരും. ഗോഹാനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവനാണെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെട്ട് ഒച്ചത്തിൽ കിടന്ന് അലറുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ അവനെ പിടിച്ചു വെക്കും. പക്ഷേ അവനാണെങ്കിൽ ചാടി വന്ന് ആ പിങ്ക് വില്ലനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ കുഞ്ഞുങ്ങളുടെ മേൽക്ക് കൈവെക്കും. ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറയും. അടുത്ത നിമിഷം മൊട്ടപ്പൻ അവൻ അവിടേക്ക് വന്ന് ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ്. ഗോഹാനാണെങ്കിൽ മൊട്ടപ്പനോട് ചോദിക്കും, നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നേ? അതിന് മൊട്ടപ്പൻ പറയും, നമ്മൾ 2 പേരും വിചാരിച്ചാൽ ഇവരെ തോൽപ്പിക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ സേവ് ചെയ്യാം. എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ ആ കുഞ്ഞുമായിട്ട് ഫ്ലൈ ചെയ്യും. തൊട്ട് പിന്നാലെ ഗോഹാനും അവിടുന്ന് കടന്നു പോകും. ആ ഫ്രീസനാണെങ്കിൽ ടെൻഷനാവും. അവരെ വെറുതെ വിടാൻ പാടില്ല. അവരാരാണെങ്കിലും കൊന്നു കളയണം. അത് കേൾക്കേണ്ട താമസം ആ പിങ്ക് വില്ലനാണെങ്കിൽ മുകളിലേക്ക് അങ്ങനെ ഫ്ലൈ ചെയ്ത് വരാണ്. നമ്മുടെ ആൾക്കാർ നല്ല സ്പീഡിൽ പോകും. പക്ഷേ അവൻ ഞൊടിയിടയിൽ അവിടെ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വന്ന് അറഞ്ചം പുറഞ്ചം പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഗോഹാനും മൊട്ടപ്പനും അവരാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. പക്ഷെ ഒരു അറ്റാക്കിൽ മൊട്ടപ്പന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വിട്ടുപോവാണ്. മൊട്ടപ്പനാണെങ്കിൽ അവനെ പിടിക്കാനായിട്ട് താഴേക്ക് ഒതിച്ചു വരും. പക്ഷെ ജസ്റ്റ് മിസ്സിന് ഗോഹാൻ അവനെ ക്യാച്ച് ചെയ്യും. നമ്മുടെ ആൾക്കാർ വീണ്ടും മുൻപോട്ടേക്ക് പോവും. പക്ഷേ ആ വില്ലനാണെങ്കിൽ അവരുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് പറയും, ഞാനൊരു ഐഡിയ അത് പ്രയോഗിക്കാൻ പോവാണ്. നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. നമ്മളെ കഴിഞ്ഞ് കൂടുതൽ പവർ സ്പീഡും ഉണ്ട്. പക്ഷേ ഇത് ഗോകുവിന്റെ പവറാണ്. ഇത് ഞാൻ പ്രയോഗിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ ടേൺ ചെയ്ത് കയോക്യം പവർ ഉപയോഗിക്കും. അടുത്ത നിമിഷം ഗോകു പകർന്നു കൊടുത്ത ആ ഒരു കയോക്യം പവർ അത് അവന്റെ മുഖത്ത് ആഞ്ഞടിച്ച് അവന്റെ വിഷൻ അത് നഷ്ടപ്പെടുകയാണ്. കണ്ണു കാണാൻ കഴിയാതെ അവനാണെങ്കിൽ സ്റ്റക്കാവും. ആ ഗ്യാപ്പിൽ ഇപ്പൊ ഗോഹാന്റെ അടുത്തേക്ക് പോയി അവർ 3 പേരും മലകൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ്. അവരവരുടെ പവർ കൺട്രോൾ ചെയ്ത് വെക്കും. ആ സമയം ആ ഒരു വില്ലൻ അവനാണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ എവിടെയും നമ്മുടെ ആൾക്കാരെ കാണാനില്ല. അവൻ ഉച്ചത്തിൽ അലറും, മര്യാദയ്ക്ക് നിൽക്കാതെ പുറത്തേക്ക് വാ. എൻ്റെ ബോസ് പറഞ്ഞതനുസരിച്ച് എനിക്ക് നിങ്ങളെ കൊല്ലണം. അതല്ല എങ്കിൽ എനിക്ക് പണിഷ്മെന്റ് കിട്ടുമെന്ന് പറയും. അവൻ ഒരുപാട് നേരം അന്വേഷിച്ചിട്ടും നമ്മുടെ ആൾക്കാരെ കാണാൻ കഴിയില്ല. ആണെങ്കിൽ മുകളിലേക്ക് പറന്നു വരും. അത് കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ആശ്വാസം തോന്നുകയാണ്. നമ്മൾ രക്ഷപ്പെട്ടു. അവൻ മുകളിലേക്ക് പോവാണ്. പക്ഷെ അടുത്ത നിമിഷം ആണെങ്കിൽ അവൻ്റെ പവർ അത് പ്രയോഗിക്കാനായിട്ട് തുടങ്ങും. ഈ ഒരു സ്ഥലം അത് മുഴുവനായിട്ട് ഞാൻ ഇല്ലാതാക്കും. സോ അവരിവിടെ എവിടെ ഉണ്ടെങ്കിലും നശിച്ചു പോകുമെന്ന് പറഞ്ഞ് അവൻ ആ പ്രദേശം മുഴുവൻ അവൻ്റെ പവർ ഉപയോഗിച്ച് നശിപ്പിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് വാഷ് ഔട്ട് ആവും. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവരുടെ ഡെഡ് ബോഡി അതെനിക്ക് കിട്ടിയില്ല, പക്ഷെ കുഴപ്പമില്ല, അവരെ ഞാൻ തീർത്തു. ഇനി അവർ ശല്യമായിട്ട് നമുക്കെതിരെ വരില്ല എന്ന് പറഞ്ഞ് ആ പിങ്ക് സയാനാണെങ്കിൽ അവിടെ നിന്ന് കടന്നു പോകും. അപ്പം ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ സേഫ് ആയിട്ടൊരു ഭാഗത്ത് നിൽക്കുകയാണ്. മൊട്ടപ്പനും ഗോഹാനും
അവസാനം അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് മുകളിലേക്ക് വരും. മൊട്ടപ്പനാണെങ്കിൽ ആ കുഞ്ഞിനോട് ചോദിക്കും, നിനക്ക് പറക്കാൻ കഴിയോ? അതിനവൻ പറയും, എനിക്ക് പറക്കാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ല, നീ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവുന്നത് വരെ ഞങ്ങളോടൊപ്പം നിന്നോളൂ. അതിന് ആ കുഞ്ഞിന് സമ്മതം. അതിനുശേഷം അവർ ബുൽമയുടെ അടുത്തേക്ക് അങ്ങനെ സ്പീഡിൽ കടന്നു വരികയാണ്. കട്ട് ചെയ്ത ഇവിടെ ബുൽമ ാണെങ്കിൽ ആ പാറകൾക്കിടയിൽ ക്യാപ്സ്യൂൾ ഉപയോഗിച്ച് ഒരു വീട് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ബാത്ടബിൽ കടന്ന് ഫ്രഷ് ആയിട്ട് ആയി കുളിക്കുകയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രത്യേക ഡിവൈസ് ഉപയോഗിച്ച് അവളുടെ പപ്പയെ കോണ്ടാക്ട് ചെയ്യും. അതിനുശേഷം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പപ്പയെ അറിയിക്കുകയാണ്. അവളെ സമാധാനിപ്പിക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഗോക്കു തന്ന ആ പറയ സ്പേസ്ഷിപ്പ് അതിൽ ചില ചേഞ്ചസ് ഒക്കെ വരുത്തി അത് റെഡിയാക്കിയിരുന്നു. ഇന്നലെയാണ് ഗോക്കു ആ ഒരു സ്പേസ്ഷിപ്പുമായിട്ട് അവിടെ നിന്ന് കടന്നുപോയത്. അവൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരും. എല്ലാ പ്രോബ്ലംസും സോൾവായി നിങ്ങൾക്ക് ഇവിടേക്ക് തിരികെ വരാൻ വേണ്ടി പറ്റും. അത് സ്പേസ്ഷിപ്പിന് അവിടേക്ക് എത്താൻ ഒരുപാട് മാസങ്ങളുടെ ആവശ്യമൊന്നുമില്ല, വെറും 6 ദിവസം മാത്രം മതി. 6 ദിവസം കൊണ്ട് ഗോക്കു അവിടേക്ക് എത്തും. അതുവരെ അപകടങ്ങളിലൊന്നും തന്നെ തലവെച്ച് കൊടുക്കാതെ സേഫ് ആയിട്ടിരിക്കണം. അത് കേട്ട് ബുൽമയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവളാണെങ്കിൽ ഗോക്കു വരുന്നുവെന്നറിഞ്ഞ് ഇപ്പോൾ ആ സന്തോഷം വളരെയധികം ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. അവൾ ആ ഡിവൈസ് ഉയർത്തി എറിയും. അത് ആ വെള്ളത്തിൽ വന്ന് വീഴുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ പിങ്ക് സെയിൻ അവൻ അങ്ങനെ ഈസിയെ അന്വേഷിച്ച് കടന്നു പോവാണ്. അവൻ്റെ കയ്യിലിപ്പോൾ ആ ഒരു ട്രാക്കർ ഡിവൈസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ അവൻ ഒരുപാട് ബുദ്ധിമുട്ടും. അവൻ ചുറ്റും എന്തെങ്കിലും പവർ കിട്ടുന്നുണ്ടോ സെൻസ് ചെയ്ത് കടന്നു പോകുന്ന ആ നിമിഷം അവനെ ആരോ വന്ന് പഞ്ച് ചെയ്യാണ്. പഞ്ച് കിട്ടി അവൻ വെള്ളത്തിലേക്ക് അടിച്ചു വീഴും. പിങ്ക് വില്ലനാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വരുമ്പോഴായിരിക്കും ചിന്ന സയാൻ ആ വജീറ്റ അവനിപ്പോൾ അവൻ്റെ മുൻപിൽ നിൽക്കുന്നതായിട്ട് കാണാം. പിങ്ക് സയാനാണെങ്കിൽ ദേഷ്യപ്പെടും, ഓ നോ, നീ എൻ്റെ പുറകിൽ കൂടെ വന്ന് എന്നെ അടിച്ചു അല്ലേ? വെറും ഒരു പേടിത്തൊണ്ടനാണ്, നിന്നെ കൊണ്ട് ഇതുപോലെ പുറകിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ മാത്രമേ പറ്റൂ. നിന്നെ എത്രയും വേഗം തോൽപ്പിക്കണം, ഇല്ലാതാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഒട്ടും സമയമില്ല. എത്രയും വേഗം ഫ്രീസയുടെ അടുത്തേക്ക് പോകണം. നിന്റെ കയ്യിലുള്ള ഡിവൈസ് അത് മര്യാദയ്ക്ക് എനിക്ക് താ. അത് കേട്ട് ഇപ്പോൾ ചിന്ന സയാൻ ചിരിക്കും. നിന്നെ കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റുമോ? എനിക്ക് നന്നായിട്ടറിയാം ഈ ഒരു ഡിവൈസ് ഇതുണ്ടെങ്കിൽ മാത്രമേ ഫ്രീസയും ബാക്കിയുള്ള ആൾക്കാരുമുള്ള ലൊക്കേഷൻ നിനക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊന്നും എടുക്കാൻ പറഞ്ഞ് അവരത് താഴേക്കിടും. പിങ്ക് സയാനാണെങ്കിൽ ഡബിൾ ഹാപ്പി. വാവ്, ഇത് ഞാൻ ഫൈറ്റ് ചെയ്ത് നിന്റെ ഇന്ന് വാങ്ങിക്കേണ്ടി വരുമെന്നാണ് കരുതിയത്. ഇപ്പൊ നീ തന്നെ എനിക്ക് തരികയാണ്, ഞാനിതിൽ ഹാപ്പിയാണെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വരേണ്ട താമസം ഇപ്പൊ ചിന്ന സയാനാണെങ്കിൽ അതങ്ങനെ ചവിട്ടി പൊട്ടിക്കും. പിങ്ക് സയാനാണെങ്കിൽ ഷോക്കാവും. ഓ നോ, നീ എന്തായി ചെയ്യണേ? അതെന്തിനാ നശിപ്പിച്ചേ? അതിന് ചിന്ന സയാൻ പറയും, നിനക്ക് ഈ ഡിവൈസ് ആവശ്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിതുകൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിത് നശിപ്പിച്ചത്. ഞാൻ ആക്ച്വലി ഭൂമിയിൽ എത്തിയപ്പോഴാണ് അവിടെയുള്ളവരുടെ പവർ മനസ്സിലാക്കിയത്. അവർക്ക് ഇത്തരത്തിലുള്ള ഡിവൈസ് ഒന്നും ഇല്ലാതെ തന്നെ മറ്റുള്ളവരുടെ പവർ അത് അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് വലിയ പവറിന്റെ ആവശ്യമൊന്നുമില്ല, എന്നെ കൊണ്ടും അത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ പിങ്ക് സയാന്റെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം പിങ്ക് സയാൻ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പോ ചിന്ന സയാൻ അറ്റാക്ക് ചെയ്യാണ്. അവൻ ഞൊട്ടി അടയിൽ സയാന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കൈ രണ്ടും പുറകിലേക്ക് വലിച്ചു പിടിച്ച് അങ്ങനെ ഒട്ടിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് പിങ്ക് സയാനാണെങ്കിൽ വിളിച്ചു പറയും, ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്, എനിക്കതിന് മുൻപ് ഒരു കാര്യം പറയാനുണ്ട്. വിജയിറ്റ ഗ്രഹം അത് നശിപ്പിച്ചത് ഫ്രീസയാണ്. അത് കേട്ട് ഇപ്പോ ചിന്ന സയാൻ ഞെട്ടും. ഉടനെ അവനാണെങ്കിൽ ഇപ്പൊ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് തുടങ്ങും. ആക്ച്വലി നിന്നെ പോലുള്ള സയാൻസ് അതവിടെ ഒരുപാട് പേരുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. ഫ്രീസയ്ക്ക് ആ ഒരു ഭാവിയിൽ ഒരു വെല്ലുവിളിയാവുമെന്ന് മനസ്സിലാക്കി അവനും അവന്റെ ടീംസും ചേർന്ന് ആ ഒരു ഗ്രഹം മുഴുവനായിട്ടും ഇല്ലാതാക്കുകയായിരുന്നു. നിന്നെ അറിഞ്ഞുകൊണ്ട് ഡൈവേർട്ട് ചെയ്താണ് നിന്റെ ഗ്രഹത്തെ മുഴുവൻ അവൻ ഇല്ലാതാക്കിയത്. സോ ഇതൊക്കെ തന്നെ ഫ്രീസയുടെ പ്ലാൻ ആയിരുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പറന്നു പോകാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ചിന്ന സയാൻ ആണെങ്കിൽ വിളിച്ചു പറയും, ബാക്കിയുള്ള സയൻസിനും എന്റെ ഗ്രഹത്തിനും എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. എൻ്റെ ലക്ഷ്യം ഇപ്പോൾ ആ ഡ്രാഗൺ ബോളും എറ്റേണൽ ലൈഫും ആണ്. അത് ഞാൻ സ്വന്തമാക്കും, അതിന് ഞാൻ ഫ്രീസ് ചെയ്യും, പിന്നെ ഇല്ലാതാക്കുമെന്ന് പറയും. ആ പിങ്ക് വില്ലനാണെങ്കിൽ അവിടുന്ന് കടന്നു കളയാൻ ശ്രമിക്കും. അടുത്ത നിമിഷം അവനാണെങ്കിൽ അവൻ്റെ പവർ ഉപയോഗിച്ച് ആ പിങ്ക് സയാനെ അങ്ങനെ കത്തിക്കരിക്കുകയാണ്.